ഹലോ ഗായ്സ്, എൻ്റെയും ഓറിയോയുടെയും ഇത് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, ഒരു ഡോഗ് പിക്നിക് ഡേ. ഓറിയോ ആണെങ്കിൽ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. അവൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് എനിക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു കേട്ടോ, കാരണം ആദ്യമായിട്ടാണ് ഇത്രയധികം ഡോഗ്സിനെ അവൻ ഇങ്ങനെ മീറ്റ് ചെയ്യുന്നത്, ഇങ്ങനെ ക്ലോസ് റേഞ്ചിൽ പോയി ഇൻട്രാക്ട് ചെയ്യുന്നതൊക്കെ. അപ്പം ഞാൻ ചില ഡോഗ്സ് ഉണ്ടാവില്ലേ, കുറച്ച് സ്നാപ്പിയൊക്കെ ആയിരിക്കും, പക്ഷേ ഇവൻ വെൽ അഡ്ജസ്റ്റഡ് ആയിരുന്നു. പിന്നെ അവിടെ ഉള്ളവരിപ്പം അങ്ങനെ ഒരു ഷോർട്ട് ടെമ്പറുള്ള ഡോഗ്സിനൊക്കെ അവരുടെ ഓണേഴ്സ് വന്ന് നമ്മൾ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു പേടി ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് നമ്മൾ ലീഷ് അഴിക്കാൻ ഒരു ഇതുണ്ടായിരുന്നു, പക്ഷേ അവിടെ ഓൾറെഡി കുറേ പേര് അവരുടെ ഡോഗ്സിനെ ഫ്രീ ആയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ അടുത്ത് അവിടെ നിന്ന് പറഞ്ഞു, വിട്ടേക്ക്, കുഴപ്പമൊന്നുമില്ല. കാരണം ഇതൊരു എൻറ്റയർ ഒരു എന്താ പറയുക, ഒരു വില്ല നമുക്ക് വേണ്ടിയിട്ട് ആ ഒരു ദിവസത്തേക്ക് വിട്ടു തന്നായിരുന്നു കേട്ടോ. അവിടെയുള്ള ഗാർഡനും വീടും ഫുള്ളും പുള്ളി ഓടി നടന്ന് മണത്ത് നോക്കുകയും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവൻ്റെ സന്തോഷം കണ്ടപ്പോൾ നമുക്കും ഹാപ്പി ആയല്ലോ. അപ്പോൾ എല്ലാം നല്ല രസമായിരുന്നു കേട്ടോ. അവിടെ വന്നവരെല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ നമുക്കും ചെല്ലുമ്പോൾ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ഒരു കോംബോ മാതിരി. പിന്നെ ഡോഗ്സിനും മോർണിംഗിനും ഉച്ചയ്ക്കും അവർ ഭക്ഷണം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഓറിയോ ആണെങ്കിൽ എല്ലാവരുടെയും ഒരു ഓമനക്കുട്ടനായി. ഇവൻ മാത്രമേ ഒരു ഡാൽമേഷൻ ഉണ്ടായിരുന്നുള്ളൂ ആ കൂട്ടത്തിൽ. എല്ലാവർക്കും അവൻ്റെ പേരും നല്ലപോലെ ഓർമ്മ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കും ഒരുപാട് ഡോഗ്സിനെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റി, ഡോഗ് പാരൻസിനെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി. ഇത്രയും ഒരു കെയർ ചെയ്ത്, അതായത് ഡോഗ്സിന് വേണ്ടി മാത്രം ഒരു പിക്നിക് ഡേ എന്നും പറഞ്ഞ് നമ്മൾ അറേഞ്ച് ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തതാണ് കേട്ടോ. ഇറ്റ് വാസ് സൂപ്പർ. പിന്നെ ചില നേരങ്ങൾ ഓറിയോനെ കാണാനേ ഇല്ല. അവൻ അവിടെ ഇവിടെ ഓടിക്കളിക്കുന്നു, ഓരോരുത്തരും ന്യൂ ഫ്രണ്ട്സ് ഉണ്ടാക്കുന്നു. തപ്പി ഞാനും കുറച്ച് അലഞ്ഞു. പിന്നെ പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ, ഒരു പേടി ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ എല്ലാം ആൾക്കാരും സെക്യൂരിറ്റികളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് പ്രശ്നമില്ല. ഫൈനലി നോക്കുമ്പോൾ ഇവിടെ ഒരു ജർമ്മൻ ഷെപ്പേർഡിൻ്റെ കൂടെ കളിക്കുകയാണ്. പുള്ളി ഭയങ്കര ഹ്യൂമങ്കസ് ആയിരുന്നു, ജർമ്മൻ ഷെപ്പേർഡ്. പക്ഷേ ആളൊരു പാവമായിരുന്നു. ആ പൊക്കവും തടിയൊന്നും ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളൂ. പിന്നെ ഒരു 4 മണി 4:30 വരെ ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. വൈകുന്നേരത്തെ ഒരു ചായ ഉണ്ടായിരുന്നു, ഡോഗ്സിന് ട്രീറ്റ്സും ഗെയിമും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെയാണ് നമ്മളൊരു ഫോട്ടോ സെഷൻ കൂടെ നമുക്ക് ഒരു വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇറ്റ് വാസ് വണ്ടർഫുൾ. നിങ്ങളും എൻജോയ് ചെയ്യൂ. ഓക്കെ, ഹാവ് എ നൈസ് ഡേ ഗൈസ്. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്.